നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. വിനയാന്വിതരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുൻപിൽ നേരിയൊരടയാളം. വിനയാന്വിതരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുൻപിൽ നേരിയൊരടയാളം. നേരിയൊരടയാളം മണ്ണിൽ മേരിയൊരടയാളം. നേരിയൊരടയാളം മണ്ണിൽ മേരിയൊരടയാളം. വിശ്വാസിക്ക് ഹൃദയതലത്തിൽ നേരിയൊരടയാളം. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു.
നമുക്കത് ചെയ്യാനാവുള്ളൂ, നമുക്കത് പ്രാർത്ഥിക്കാനാവുകയുള്ളൂ. ദൈവമാണ് അനുഗ്രഹിക്കേണ്ടത്, നമ്മൾ ആരുമല്ല. ദൈവത്തിൻ്റെ പ്രമാണം ജെയിൻ, നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവും ആയിരിക്കട്ടെ. നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉദ്ദിഷ്ടകാര്യം സാധിച്ചതെന്ന് നിങ്ങളെയും എന്നേക്കും മാർഗദീപം ആയിരിക്കട്ടെ. നമ്മുടെ ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധരുടെ സഹവാസവും ജയന്തിയും കുടുംബത്തിനും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എല്ലാ സമയം എന്നേക്കും. മെഴുതിരികൾ തെളിയും സന്നിധിയിൽ അതിലൊരു മെഴുതിരി പോലുരുകും എന്നകതാരിൽ ആശ്വാസനാളമായി തെളിയൂ മാതാവേ. ആയിരം മെഴുതിരികൾ തെളിയും സന്നിധിയിൽ അതിലൊരു മെഴുതിരി പോലുരുകും എന്നകതാരിൽ ആശ്വാസനാളമായി തെളിയൂ മാതാവേ.
നമുക്കൊരു സന്ദേശം നൽകും. വളരെ ഷോർട്ടായ സന്ദേശമാണ്. നിങ്ങൾ അടുത്ത് നിൽക്കണം. അതിനുശേഷം ഉടൻ തന്നെ പ്രദക്ഷിണം തിരിച്ചുപോയി ഈ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് കരിമരുന്ന് കലാപ്രകടനത്തോടെ നമ്മൾ മടങ്ങും. നിങ്ങൾ അടുത്ത് നിൽക്കണം. കഴിയുന്നിടത്തോളം നിങ്ങൾ അടുത്ത് നിൽക്കണം. ഇതിലാണ് അച്ഛനെ ഈ ഗ്രാമ നെറുകയിലേക്ക്, ഈ ഗ്രാമത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അച്ഛനിൽ നിന്നും ലഘുവായ ഷോർട്ടായ ഒരു സന്ദേശം കേട്ട് പ്രദക്ഷിണം മടങ്ങാം. ഈ സമയം നമുക്ക് നിശബ്ദരാകാം. എല്ലാവർക്കും നിശബ്ദരാകാം. ഒരു നിമിഷം ഈ ഗ്രാമത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ അമൃതനെ, അച്ഛനുള്ളവർ ഈ ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ ഈ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ എല്ലാ വീട്ടുകാരെയും ഈ ഗ്രാമത്തിലെ എല്ലാവരെയും ഓർക്കുക. നിങ്ങൾ നിശബ്ദരാകണം. എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, അല്പം കൂടെ സ്ഥലമുയർത്തി നമ്മുടെ ഈ പരിശുദ്ധ ഗ്രാമത്തെ ഓർക്കാം. പരിശുദ്ധനായ ദൈവമേ, അറോയച്ചന്റെ ശ്രദ്ധയോടെ ഈ ചെറിയ സന്ദേശം ശ്രമിക്കാം. തുടർന്ന് എല്ലാവരും പ്രദർശനത്തിൽ പങ്കെടുക്കണം. തിരിച്ചു പോകുമ്പോൾ പ്രദർശനത്തിന്റെ സ്പീഡ് കുറെ കൂടെ വർദ്ധിപ്പിക്കണം. നിങ്ങളെല്ലാം ഭംഗിയാക്കുവാൻ കരുതട്ടെ. ആമേൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, എന്നെ കേൾക്കുന്ന ശ്രവിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ നാനാജാതി മതസ്ഥരായ സഹോദരങ്ങളെ, ആദ്യമേ തന്നെ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി ആശംസിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ പ്രദക്ഷിണത്തിന്റെ വഴിയിലൂടെ കടന്നു വന്നപ്പോൾ ഈ പ്രദക്ഷിണത്തെ വണങ്ങുകയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുമ്പിൽ വണങ്ങുകയും അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഈ പ്രദക്ഷിണത്തിലേക്ക് പങ്കുചേരുകയും ചെയ്ത എല്ലാ വ്യക്തികൾക്കും അമ്മയുടെ അനുഗ്രഹവും ആശീർവാദവും നിങ്ങളുടെ കുടുംബങ്ങളിൽ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനസ്സിന്റെ തമോഗർത്തങ്ങളിൽ അസ്വസ്ഥതയുടെ പാണ്ഡവവും പേറി ആശ്വാസം തേടി അലയുകയാണ് ആധുനിക മനുഷ്യൻ. അവന്റെ ചിന്തകൾക്ക് നിറമില്ല, സ്വപ്നങ്ങൾക്ക് ചിറകുകളുമില്ല, തികച്ചും നിരാശയാണ്. ഇതിൽ നിന്ന് രക്ഷ ആഗ്രഹിക്കുന്നെങ്കിലും അത് നൽകാൻ കഴിവുള്ളവർ സമൂഹത്തിൽ തുലം കുറവാണ്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും
വിശുദ്ധ സെബസ്താനിയോസിന്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥവും സഹായവും നമുക്ക് തുണയായി, ആശ്വാസമായി, സാന്ത്വനമായി നമ്മുടെ ഇടയിലേക്ക് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുക. 1864 ചരിത്രത്തിന്റെ താളുകളിൽ ഒരു കരിനിഴലായി അവശേഷിച്ച ദിവസമായിരുന്നു ഏപ്രിൽ 14-ാം തീയതി. ഏപ്രിൽ 14-ാം തീയതി ഞാൻ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ വർണ്ണവിവേചനം അവസാനിപ്പിക്കും, ഉള്ളവനും ഇല്ലാത്തവനെന്നുമുള്ള വർണ്ണവിവേചനം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് വിളംബരം ചെയ്ത നല്ലൊരു വ്യക്തി, അമേരിക്കയുടെ ആദ്യത്തെ 16ാമത്തെ പ്രസിഡന്റ്, കറുത്ത വർഗത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന സർ എബ്രഹാം ലിങ്കൺ കൊല്ലപ്പെട്ടതെന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതശരീരം വൈറ്റ് ഹൗസിൽ വെച്ച് എടുത്തുകൊണ്ടുപോയി അവിടെ വെച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ, മാതാപിതാക്കൾ, അമ്മപെങ്ങന്മാർ, സഹോദരങ്ങള് അന്ത്യോപചാരം അർപ്പിക്കുവാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോറിഡയുടെ തീരത്തിലൂടെ വിലാപയാത്ര ആരംഭിച്ചു. ഈ വിലാപയാത്ര പോകുന്നത് കാണുവാനായിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് അമ്മപെങ്ങന്മാരും സഹോദരങ്ങളും നോക്കി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മലമടക്കുകളിലെ കുന്നിൻ ചെരുവുകളിലൂടെ ഒരു അമ്മ 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകനെയുമായിട്ട് ഈ വിലാപയാത്ര കടന്നു വരുന്ന പ്രദേശത്ത് വന്ന് നിൽക്കുകയാണ്. ഈ വിലാപയാത്ര വരുന്നു, മൃതശരീരവും വഹിച്ചുകൊണ്ട് വിലാപയാത്രയെ നോക്കിക്കൊണ്ട് ഈ അമ്മ പറയുകയാണ്, മകനെ അതാ അവിടേക്ക് നോക്ക്. തന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന മകനോട് പറഞ്ഞു, മകനെ ഇതാ അവിടേക്ക് നോക്ക്. നിനക്ക് വേണ്ടി, നിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ കറുത്ത വർഗത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വയം ജീവൻ അർപ്പിച്ച നമ്മുടെ ധീരനായ നേതാവ് എന്നേക്കുമായി പൊലിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തന്റെ മാറോൽ ചേർന്നിരിക്കുന്ന മകനെ ആശ്ലേഷിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രദക്ഷിണം ആരംഭിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയം എന്നെയും നിന്നെയും തന്റെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മ പറയുകയാണ്, മാറിൽ ചേർന്നിരിക്കുന്ന അമ്മയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം പറയുകയാണ്, മകനെ, മകളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗാഗുൽത്തായുടെ വിരിമാറില് നിനക്ക് വേണ്ടി, നിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി, നിന്റെ വിമോചനത്തിന് വേണ്ടി ജീവൻ ഹോമിച്ച യേശുവിനെ നോക്കാൻ പറഞ്ഞ കുരിശിലേക്ക് കാണിച്ചു തരികയാണ്. ഈ കുരിശിതനായ ഈശോ നൽകുന്ന സന്ദേശം എന്താണ്? സ്നേഹിക്കണമെന്ന സന്ദേശമാണ്. സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂട്ടായ്മയുടെയും ഒരു സ്നേഹ സന്ദേശം ലോകത്തിന് വിളംബരം ചെയ്യുന്ന നല്ലവനായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃക പിന്തുടരാൻ നമ്മളെ ആഹ്വാനിച്ച്, എന്താണ് മറിയം നമുക്ക് നൽകുന്ന സന്ദേശം? വിശ്വാസവർഷമായി സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ തരുണത്തില് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ വളരെയേറെ പ്രസിദ്ധി ആർജിച്ചതാണ്. വിശ്വാസത്തിന്റെ നിറകുടമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ സുവിശേഷത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാനായിട്ട് കഴിയും. ഗാബ്രിയേൽ മാലാഖയോട് പരിശുദ്ധയമ്മ ഒരു നിമിഷം ശങ്കിച്ചുവെങ്കിലും 10 ഇരട്ടി സന്തോഷത്തോടെ അമ്മ പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് അമ്മ പൂർണ്ണമായി വിശ്വാസത്തിൽ സമർപ്പിക്കുന്ന അമ്മയെ നമുക്ക് കാണാനായിട്ട് കഴിയും. കാനായിലെ ദരിദ്ര കുടുംബത്തിന്റെ അഭിമാനത്തിലേക്ക് മാറ്റിയ പരിശുദ്ധ കന്യകാമറിയം ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളുടെയും അപമാനങ്ങളെ അഭിമാനങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള അനുഗ്രഹത്തിന്റെ പ്രഭാവനിയായ, അനുഗ്രഹത്തിന്റെ ശോഭയായ അമ്മയാണ്. ഈ അമ്മയെ വണങ്ങുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബങ്ങൾ നശിച്ചു പോയ ചരിത്രം കേട്ടിട്ടേയില്ല. നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഷൈനുകളിലേക്ക് നോക്കിക്കേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ബസിലിക്കകളിലേക്ക് നോക്കിക്കേ, ബാംഗ്ലൂരിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിക്കേ. എത്രയോ ചെറുപ്പക്കാര്, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാര് കയ്യിൽ മെഴുകുതിരിയും, വലത്ത് കയ്യിൽ മെഴുകുതിരിയും ഇടത്ത് കയ്യിൽ ഒരു പൂവുമായി നിൽക്കുകയാ അമ്മയുടെ തിരുസ്വരൂപത്തിൽ ഒന്ന് ചാർത്താൻ, അമ്മയുടെ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് സ്നേഹത്തോടെ കാത്തു നിൽക്കുന്ന, ക്ഷമയോടെ വെയിലത്ത് നിൽക്കുന്ന വിശ്വാസികളെ കാണുമ്പോൾ അമ്മയുടെ ഹൃദയം കുളിർക്കുകയാണ്. അമ്മ അനുഗ്രഹങ്ങൾ കൊണ്ട് ആ കുടുംബങ്ങളെ നിറയ്ക്കുകയാണ്. അപമാനത്തിലിരിക്കുന്ന കുടുംബങ്ങളെ അഭിമാനത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കൃപ ഈ പ്രദേശത്തെ എല്ലാവർക്കും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു കൊച്ചു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു പുഴു കടന്ന് കരയുകയാണ്. ഒരു ഗ്രാമത്തിന്റെ, ഇതുപോലൊരു ഗ്രാമത്തിന്റെ സൈഡിൽ ഒരു പുഴു കടന്ന് കരയുകയാണ്, ഞാനൊരു പുഴുവാണേ 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 എന്ന്. ഏതാനും കുസൃതിക്കുട്ടന്മാർ അതിന്റെ തൊട്ടടുത്തു നിന്ന് കളിക്കുകയാണ്. ഈ പുഴുവിന്റെ ധീരരോധനം കേട്ട് ഒരു കുട്ടി ഓടിച്ചെന്ന് എത്തി നോക്കി, പുഴു കടന്ന് കരയുകയാണ്, ഞാനൊരു പുഴുവാണേ പുഴുവാണേ പുഴുവാണ്.
ഒരു കുട്ടി ഒരു കല്ലെടുത്ത് ദേഹത്തേക്ക് ഇട്ടു. ഭാഗ്യവശാൽ ഈ പുഴുവിന്റെ ദേഹത്ത് ഈ കല്ല് വീണില്ല. വീണ്ടും പുഴു കടന്നു കരയുകയാ, ഞാനൊരു പുഴുവാണേ പുഴുവാണേ പുഴുവാണ്. രണ്ടാമതൊരു കുട്ടി മുന്നോട്ട് കയറി വന്നു. പുഴു അവൻ നോക്കി, ഒരു പുഴു അവൻ മാറിപ്പോയി. വീണ്ടും പുഴു കടന്ന് നിലവിളിക്കുകയാണ്, ഞാനൊരു പുഴുവാണേ പുഴുവാണേ പുഴുവാണ്. മൂന്നാമതൊരു കുട്ടിക്കുട്ടൻ വന്നൊരു കമ്പെടുത്തു, ഏറ് കൊടുത്തു. ചെന്ന് വീണർത്ത് കടന്ന പുഴു കരയുകയാണ്, ഞാനൊരു പുഴുവാണേ പുഴുവാണേ പുഴുവാണേ. എവിടെയാ പുഴു വീണതെന്നറിയാമോ? സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ ദൈവം തമ്പുരാന്റെ മുമ്പിൽ പുഴു വീണ് കിടന്നു. അവിടെ കിടന്ന് പുഴു കരയുകയാണ്, ഞാനൊരു പുഴുവാണേ പുഴുവാണേ പുഴുവാണ്. സർവശക്തനായ ദൈവം തന്റെ ഉള്ളംകൈയിൽ ആ പുഴുവിനെ എടുത്ത് ഉള്ളംകൈയിലിരിക്കുന്ന പുഴുവിനോട് ചോദിച്ചു, അതേ നീ ഒരു പുഴുവാണ്, അതുകൊണ്ട് എന്ത് വേണമെന്നാ നീ ആഗ്രഹിക്കുന്നത്? ഉള്ളംകൈയിലിരിക്കുന്ന പുഴു വീണ്ടും നെടുവീർപ്പിട്ട് കണ്ണീർ വാർത്തുകൊണ്ട് കരയുകയാണ്, ഞാനൊരു പുഴുവാണേ പുഴുവാണേ പുഴുവാണേ. സർവശക്തനായ ദൈവത്തിന് കാര്യം മനസ്സിലായി. എന്താണ് പുഴുവിന്റെ പ്രശ്നം? പുഴു നോക്കി. ലോകത്തിലെ ആഭാലവൃത്തം ജനങ്ങളും വെറുക്കുന്ന ഒരു സാധനമാ പുഴു. പുഴുവിനെ പിടിക്കാനോ താലോലിക്കാനോ കൊഞ്ചിക്കാനോ ആരും ആഗ്രഹിക്കാറില്ല. പുഴുവിന്റെ ജീവിതം എവിടെയാ? മലമൂത്ര വിസർജനം ചെയ്യുന്ന അഴുക്കുചാലിലാണ്, ഡ്രൈനേജിലാണ്, ചാണകക്കുണ്ടിലാണ്. വൃത്തികെട്ട ഡ്രൈനേജിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് പുഴു. അതുകൊണ്ട് ഈ പുഴു വിചാരിക്കുകയാണ്, ദൈവമേ, ഞാനൊരു പുഴുവായിട്ടാണല്ലോ ജനിച്ചത്. എന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വേണം. മാറ്റത്തിന് വേണ്ടി പുഴു കരഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം ഈ പുഴുവിനെ രൂപാന്തരീകരണം കൊടുക്കുകയാണ്. കയ്യിലിരിക്കുന്ന ഉള്ളംകൈയിലിരിക്കുന്ന പുഴുവിന് പുതിയ രൂപം കൊടുത്ത് 2 ചിറകുകൾ നൽകി. ലോകത്തിലെ ആഭാലവൃത്ത ജനങ്ങളും കൊതിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന, കണ്ണിന് കൗതുകം ഉണർത്തുന്ന മനോഹരമായ ഒരു ചിത്രശലഭമാക്കി മാറ്റുക. വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ അനുഗ്രഹങ്ങളും ദൈവകൃപയും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത എടുക്കൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മേ, ഈ മക്കളുടെ കണ്ണീരും വിലാപവും ഒപ്പിയെടുത്ത്, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളും നൊമ്പരങ്ങളും ഒപ്പിയെടുത്ത് അമ്മയുടെ തിരുസുതന്റെ മുമ്പിലേക്ക് സമർപ്പിക്കണമേ. അവയൊക്കെ ഞങ്ങളുടെ കണ്ണീർ കടങ്ങളൊക്കെ ഓരോ പുഷ്പങ്ങളായി അമ്മ തിരുക്കുമാരോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. കാനായിലെ ദരിദ്ര കുടുംബത്തിൽ അമ്മ മാധ്യസ്ഥയായതുപോലെ അയോഗ്യരും പാപികളുമായ ഞങ്ങളുടെ കുടുംബത്തിലും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് അമ്മയോട് മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവിടെ റോയേശന് നമുക്ക് നന്ദി പറയാം. അച്ഛന് വളരെ കണ്ടറിഞ്ഞ് ഒരു പുഴുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് സംസാരിച്ച റോയേച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ വിശ്വാസികളോടും ദേശവാസികളോടും മനോഹരമായൊരു ശുശ്രൂഷ കാണാൻ വേണ്ടി അടുത്തു നിൽക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് റോയേച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ സമർപ്പിച്ചിരിക്കുന്ന കുറച്ച് നോട്ടുമാലകൾ നിങ്ങളെ ഒന്നും നോക്കാതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഇനി പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, പരിശുദ്ധനായ ദൈവമേ, അതിമനോഹരമായ ശുശ്രൂഷ ഈരയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ദൈവമേ, നെടുനീളത്തിലുള്ള ഈ മാല സമർപ്പിച്ചതിന് ശേഷം പൊട്ടിച്ച് പലതാക്കാനായിട്ട് പ്രത്യേകിച്ച് സ്വയം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ രൂപം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അനേകം ചെറുപ്പക്കാരി തുടർന്ന് വന്ന് സമർപ്പിച്ചുകൊള്ളുക. എല്ലാവരും ചേർന്ന് പരസ്പരം ഈ മാലകൾ പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണിമിശിഹായ്ക്കും സെബസ്ത്യാനോസിനെ സമർപ്പിക്കുകയാണ്. നമുക്ക് ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി ഉയർന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ദൈവമേ, പെട്ടെന്ന് പ്രദർശനത്തിന്റെ അടുത്തതായി പെൺകുട്ടികളുടെ മാലകൾ സമർപ്പിക്കുകയാണ്. അവര്
നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്കോ തിരുസ്വരൂപങ്ങൾക്കോ ജനത്തിന് ഹാരം അർപ്പിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കും. നിങ്ങൾക്ക് വന്നിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ ഹാരം അർപ്പിക്കാം.